ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നതാ ഈ കാണുന്നൊരു ബ്ലാക്ക് മെറ്റീരിയൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ലൈനിങ് തുണി ഒന്ന് നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഷോൾഡർ, അവിടുന്ന് താഴേക്ക് ആം ഹോള്, പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തു, പ്ലസ് ഒരു സീം അലവൻസ് വിട്ടു, പിന്നെ ഷേപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്തു. അതായത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സെയിം മെഷർമെൻറ്റ്സ് കൊടുത്തു. പിന്നെ വേസ്റ്റിൻ്റെ അളവ് ഏറ്റവും താഴെ നമ്മുടെ വിരിവും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ നല്ല തുണി ഒന്ന് മടക്കിയെടുക്കണം. നല്ല തുണി ഇൻസൈഡ് ഔട്ടായിട്ട്, അങ്ങനെയാണോ? ശരിയല്ലേ? അതെ. നല്ല വശം അകത്താക്കിയിട്ട് നമ്മൾ ചീത്ത വശത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് പീസും ഫ്രണ്ടും ബാക്കും ഒരുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് തുണിയുടെ സെയിം അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ താഴെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി ലെങ്ത്ത് കൂട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും സെയിം ലെങ്ത് ആയിപ്പോവും. അങ്ങനെ നമ്മൾ ഇപ്പോൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ നെക്കൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൽ നമ്മൾ ഏത് ഡിസൈനാണോ അത് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതൊന്ന് നമ്മളൊരു ലൈനിങ് തുണിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല തുണിയും ലൈനിങ് തുണിയും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ സെൻറ്റർ മാർക്ക് ചെയ്തൊരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. രണ്ട് പീസ് നമുക്ക് അടിച്ചെടുക്കണം. ഇത് നമ്മൾ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഫ്രണ്ട് നെക്കായിരുന്നു. ഇപ്പോൾ ഇത് ബാക്ക് നെക്കിൻ്റെയാണ്. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ടും സെൻറ്ററിൻ്റെ അവിടേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതും ജസ്റ്റ് കഴുത്തൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രം ഉള്ളിലോട്ട് ആ നെക്ക് മടക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കും. ഇനി നമ്മൾ ബാക്ക് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടേ നമ്മൾ ബാക്ക് അടിക്കുന്നുള്ളൂ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നല്ല വശം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് അടിച്ചെടുക്കാം. അന്നേരം ഷോൾഡർ റെഡിയായി കിട്ടും. ഷോൾഡർ റെഡിയായി കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു സെൻറ്റർ പീസില്ലേ, ആ ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു സെൻറ്റർ പീസ് ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്ത് മറിച്ച് ഫുൾ നെക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നെക്ക് അടിച്ചതിന് ശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ അവിടെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് പൈപ്പിങ് കൊടുക്കാനായിട്ട്, പൈപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മറിച്ചടിക്കാനായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു കൈയുടെ അവിടെ നമ്മൾ മറിച്ചടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല സ്ലീവ്ലെസ് ആ ഒരു കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഇതുപോലെ ഒരേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ തൊട്ട് സ്ലിറ്റിൻ്റെ ആ ഒരു പോയിൻ്റ് വരെയും നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ മാർക്കിങ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് നമ്മുടെ സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ലെവലേ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ അടിച്ച് നിർത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ സ്ലിറ്റിൻ്റെ അവിടെ, ആ ഒരു പോയിൻറ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് മടക്കുക, ഒന്നുകൂടെ ഒന്ന് മടക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടും. അങ്ങനെ അത് ഫുൾ അടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഏറ്റവും താഴ്വശം ബോട്ടം പാർട്ടിൻ്റെ മീൻസ് ആ ഒരു ടോപ്പിൻ്റെ ഏറ്റവും ബോട്ടം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കണം. ലൈനിങ്ങും ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ നല്ല തുണിയും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പാർട്ടി വിയർ മോഡലാണ് കേട്ടോ. നല്ല സീക്വൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോംബോ എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഇതെൻ്റെ കസിൻ ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു. ചേച്ചി ഇട്ട് നോക്കിയിട്ട് കുറച്ച് വലുതായിരുന്നു, നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.